വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ ഓറോബിന്ദോ എഴുതിയിട്ടുള്ള എ ട്രീ എന്ന പോയാണ്. ഒരു 6 ലൈൻസ് ഉള്ളൊരു ചെറിയ പോയാണെങ്കിലും ഒരുപാട് മീനിങ് ഇതിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. എ ട്രീ ബിസൈഡ് ദ സാൻഡി റിവർ ബീച്ച് ഹോൾഡ് അപ്പ് ഇറ്റ്സ് ടോപ്പ് മോസ്റ്റ് ബൗസ് ലൈക്ക് ഫിംഗേഴ്സ് ടുവേർഡ്സ് ദ സ്കൈസ് ദേ ക്യാൻ റീച്ച് എർത്ത് ബൗണ്ട് ഹെവൻ അമോറസ്. ഒരു ട്രീ റിവർ ബാങ്കിൻ്റെ അടുത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആ ട്രീയുടെ ടോപ്പ് ബ്രാഞ്ചസ് ഒക്കെ മുകളിലേക്ക് ഉയർത്തിയ നിലയിലാണുള്ളത്. ഇവിടെ പോയിട്ട് ആ ബ്രാഞ്ചസിനെ കമ്പയർ ചെയ്യുന്നുണ്ട് ഫിംഗേഴ്സുമായിട്ട്. ആകാശത്തിലേക്ക് ഉയർത്തിയ ഫിംഗേഴ്സിനായിട്ടാണ് ഇവിടെ പോയിട്ട് കമ്പയർ ചെയ്യുന്നത്. ആ ട്രീക്ക് വേണ്ടത് അതിന് ഹെവനിലേക്ക് എത്തണം. പക്ഷെ അതിൻ്റെ റൂട്ടുകളൊക്കെ ഇവിടെ ഗ്രൗണ്ടിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ളതാണ്, ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. ദിസ് ഈസ് ദ സോൾ ഓഫ് മാൻ, ബോഡി ആൻഡ് ബ്രെയിൻ, ഹംഗ്രി ഫോർ എർത്ത് അവർ ഹെവൻലി ഫ്ലൈറ്റ് ഡിറ്റെയിൻ. പോയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ട്രീനെ ഹ്യൂമൻ സോളുമായിട്ട്. നമ്മുടെ ഫിസിക്കൽ ബോഡിയൊക്കെ എർത്ത്ലി ലൈഫിനെ സിംബലൈസ് ചെയ്യുന്നതാണ്. ഇവിടെ പോയിട്ട് പറയുന്നത് നമ്മുടെ ബോഡിയും മൈൻഡൊക്കെ എർത്ത്ലി പ്ലഷേഴ്സിൽ അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ സോളാണെങ്കിലോ ലോങ് ഫോർ ഹെവൻ, അതായത് ഹെവനിലേക്ക് എത്തുന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ശ്രീ ഓറോബിന്ദോ പറഞ്ഞു വെക്കുന്നത് മെറ്റീരിയൽ ലൈഫും സ്പിരിച്വൽ ആസ്പിറേഷനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഓറോബിന്ദോൻ്റെ ഒരു ഫിലോസഫി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനുഷ്യൻ്റെ സോൾ എന്ന് പറയുന്നത് ഡിവൈനാണ്. അതിനെപ്പോഴും ആഗ്രഹം ഹെവനുമായിട്ട് റീയൂണിയൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബോഡിയും മൈൻഡൊന്നും ഒരിക്കലും എർത്ത്ലി ലൈഫിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോളാണെങ്കിൽ എപ്പോഴും ഒരു ഡിവിനിറ്റി ആഗ്രഹിക്കുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോയത്തിലൂടെ പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.